നിർമ്മാണഘട്ടത്തിലും അതിനുശേഷവും പരിസ്ഥിതിക്ക് ഉണ്ടാകാനിടയുള്ള ആഘാതങ്ങളും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. നേരത്തെ സിൽവർ ലൈൻ കേരളയിലൊക്കെ വരുമ്പോഴും സാധാരണ ജനങ്ങളുടെ ആശങ്ക അത്തരത്തിലായിരുന്നു. അപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ എന്തെല്ലാമാകും ഉണ്ടാകുക? സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? സ്വാതി, DMRC നൽകിയ ഇടക്കാല റിപ്പോർട്ടിനെ പശ്ചാത്തലമാക്കിയുള്ള സമഗ്ര പഠനത്തിനാണ് 4 വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതിയുടെ കൺവീനർ ഗതാഗത വകുപ്പ് സെക്രട്ടറിയാണ്. റെയിൽവേ വിദഗ്ധനായ ജെ വിനയൻ, അദ്ദേഹം റിട്ടയർഡ് PCCM IRTS സതേൺ റെയിൽവേ ആയിരുന്നു, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ C വീരമണി, CDSൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. പരിസ്ഥിതി വിദഗ്ധനായ ശ്രീധർ രാധാകൃഷ്ണൻ, ഇവർ 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ OSD ആയ NSK ഉമേഷ് IAS ഇക്കാര്യത്തിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ സഹായിക്കുകയും ഈ സമുദ്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചില നിർദ്ദേശം കൂടി ഉത്തരവിലുണ്ട്. അതായത് സമുദ്ര പ്രധാന ചുമതല എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ സാങ്കേതികമായ സാധ്യത പരിശോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സാമ്പത്തിക നേട്ടങ്ങൾ, പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഇത് നടപ്പാക്കുന്ന മൂലമുള്ള വെല്ലുവിളികൾ, സംസ്ഥാനത്തുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്നിവ സമിതി വിലയിരുത്താൻ നിർദ്ദേശമുണ്ട്. ഇതിനകത്ത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറയാവുന്ന തരത്തിലേക്ക് കേവലം 3 ആഴ്ച മാത്രമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നൽകിയ സമയം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 3 ആഴ്ചക്കകം ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകണം. ഇതിനകത്ത് പ്രധാനമായും ഇത്തരത്തിലൊരു സമിതി നിയോഗിക്കാനുള്ള പ്രധാന കാരണം മുൻകാലങ്ങളിൽ സമാനമായിട്ട് ഇപ്പോൾ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതികളൊക്കെ വന്നപ്പോഴുള്ള ജനകീയ പ്രതിഷേധമുണ്ടായി, വലിയ ചെറുത്തുനിൽപ്പുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കൂടി സർക്കാർ ആലോചിക്കുന്നത് കൊണ്ട് തന്നെ സമഗ്രമായ ഒരു പഠനം, ശാസ്ത്രീയവും സുതാര്യവും സമഗ്രമായ ഒരു പഠനം എന്ന ഒരു സാധ്യത കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സാങ്കേതിക സാധ്യത, അതായത് ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ് പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യം. ഭൂപ്രകൃതി അനുയോജ്യമാണോ എന്നുള്ളതും അതിന് ഏത് സാങ്കേതികവിദ്യയാണ് ഈ അതിവേഗ റെയിലിന് ഉപയോഗിക്കേണ്ടതെന്നുള്ളതുമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ടത് മറ്റേ കേരളയുമായി അല്ലെങ്കിൽ സിൽവർ ലൈനുമായൊക്കെ വ്യത്യാസം വരുന്ന ഇക്കാര്യത്തിൽ വരുന്നത്, ഇത് ഒരു മുമ്പ് സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൂടുതലും മേൽപ്പാലങ്ങളിലൂടെ അതുപോലെ തന്നെ ടണലിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന തരത്തിലേക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇതിനൊക്കെ അനുയോജ്യമാണോ എന്നുള്ള പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. 2, അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയാണ്, അതായത് സാമ്പത്തിക ഭദ്രത. പദ്ധതിയുടെ ആകെ ചെലവ് എത്രയാകും, അതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്താം, ഭാവിയിൽ ഇത് ലാഭകരമാകുമെന്ന വിലയിരുത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻവയോൺമെൻറ്റൽ ഇംപ്ലിക്കേഷനാണ്, പരിസ്ഥിതി ആഘാതമാണ്. കേരളത്തിൽ തനതായ പരിസ്ഥിതിക്ക് ഈ പദ്ധതി കൊണ്ട് ഇതിൽ ആഘാതം ഉണ്ടാകുമെന്ന പരിശോധന കൂടി നടത്തേണ്ടിയിരിക്കുന്നു. പിന്നീടുള്ളതാണ് സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ. അതാണ് 4ാമത്തെ പരിശോധിക്കുന്ന വിഷയം. സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്തിന്, ജനങ്ങൾക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പഠന വിഷയമാക്കുന്നത്. 3 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും വിദഗ്ധ സമിതി. സ്വാധീനം.